എല്ലാവർക്കും നമസ്കാരം. വണ്ടി ഉണ്ടാക്കുക എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നലെ വേറെ പണി കിട്ടി. നമ്മൾ ഞായറാഴ്ച കൊടൈക്കനാലിൽ പോയി വന്നതാണ്. ഇന്നലെ തിങ്കളാഴ്ച ആയിരുന്നു. ഇന്നലെ രാത്രി വണ്ടി എടുക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ഫോണൊന്നും വർക്കാവുന്നില്ല. ഫോണൊക്കെ കിരകിരാന്ന് ഒരു ചെറിയ ശബ്ദം മാത്രം വരുന്നു. ഇൻഡിക്കേറ്ററിൻ്റെ ലാമ്പ്സൊക്കെ ആണെങ്കിലും മിന്നി കത്തുന്നുള്ളൂ. ഹെഡിൻ്റെ ലാമ്പാണെങ്കിലും അങ്ങനെ തന്നെ കത്തുന്നുള്ളൂ. ഹെഡ്ലൈറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. നമ്മുടെ വണ്ടി BS4 ആണ്. ലൈറ്റ് എപ്പോഴും ഓണായി കിടക്കുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ ഫോണും കാര്യങ്ങളെല്ലാം പോയപ്പോൾ വർക്കാവുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ബാറ്ററിയാണ് പ്രശ്നക്കാരൻ. പുറകിലെ ടൈൽ ലാമ്പാണെങ്കിലും ഇൻഡിക്കേറ്റർ ആണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് വർക്കാവുന്നത്. മീറ്റർ കൺസോളിലാണെങ്കിലും വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ന്യൂട്രലിൻ്റെ ലൈറ്റ് ആണെങ്കിലും മിന്നി വരുന്നുണ്ട്. ഫ്യൂവലിൻ്റെ ലൈറ്റോ അല്ലെങ്കിൽ ABSൻ്റെ ലൈറ്റൊന്നും കത്തുന്നില്ല. ബാറ്ററി തന്നെയാണ് പ്രശ്നമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞില്ല. നമ്മൾ കൊടൈക്കനാൽ വരെ ഓടി എത്തി തിരിച്ചു വരുമ്പോൾ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. പിന്നെ നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് 5 വർഷമായി. ഇപ്പോഴിതിലിരിക്കുന്നത് വണ്ടി വാങ്ങിച്ചപ്പോൾ കിട്ടിയ അതേ സ്റ്റോക്ക് ബാറ്ററി, കമ്പനിയോടൊപ്പം മാനുഫാക്ചർ ചെയ്ത് വന്ന അതേ സ്റ്റോക്ക് ബാറ്ററിയാണ് ഇപ്പോൾ വണ്ടിയിലിരിക്കുന്നത്. ഇതിപ്പോൾ ആംകോ എന്നൊരു കമ്പനിയുടെ പഴയ ടൈപ്പ് ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ച് സർവീസ് ചെയ്യുന്ന ആ പഴയ ടൈപ്പ് ബാറ്ററിയാണ് വണ്ടിയിലിരിക്കുന്നത്. 1 മാസം മുന്നേ സർവീസിന് പോയപ്പോൾ ഈ ബാറ്ററി കണ്ടീഷനാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞത്. പക്ഷേ പണി കിട്ടി. എന്നിരുന്നാലും നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഇൻ കേസ് ഒന്ന് സ്റ്റാർട്ടായി സർവീസ് സെൻ്റർ വരെ എത്തുന്ന രീതിയിലാണെങ്കിൽ ഓക്കെ. അറ്റംപ്റ്റ് 2 ഒരു രക്ഷയില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇന്നലെ രാത്രി നമ്മൾ കുറേ അടിച്ച് നോക്കി. ജസ്റ്റ് ഒരു ഇഗ്നിഷൻ പോകുന്നതുകൊണ്ട് ഒരു ഫീലിംഗ് പോലും കിട്ടുന്നില്ല. നമ്മൾ ചോക്കൊന്ന് വലിച്ച് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്യൂൽ ഓണാക്കിയായിരുന്നു. ഒരു രീതിയിലും സ്റ്റാർട്ടാവുന്നില്ല. നമുക്കത് സർവീസ് സെൻറ്ററിൽ ഒരു ബാറ്ററി ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. എക്സൈഡാണ് വീട്ടിലെ ബാക്കി വണ്ടികളിലൊക്കെ ഇരിക്കുന്നത്. വീട്ടിൽ 4 വണ്ടിയിലും എക്സൈഡാണ് ഇരിക്കുന്നത്, കാറിനടക്കം. എക്സൈഡിൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് ഒരുപാട് വലിയ അഭിപ്രായമൊന്നുമില്ല. എന്നിരുന്നാലും എനിക്കിപ്പോൾ അത്യാവശ്യമാണ് വണ്ടി 2-3 ദിവസത്തെ ഒരു ഓട്ടത്തിന്. അപ്പോൾ നമുക്ക് വേറെ ബ്രാൻച്ചിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച സമയത്ത് വേറെ ബ്രാൻച്ചൊന്നും അവൈലബിൾ അല്ല. ഈ ഒരു ഷോപ്പ് എക്സൈഡ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സൈഡിൻ്റെ ബാറ്ററിക്ക് 1600 രൂപയാണ് വരുന്നത്. 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് ഇവർ കൊടുക്കുന്നത്. 48 മാസം വാറൻറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും ബാക്കി 2 വർഷം സർവീസ് വാറൻറ്റിയാണ് വരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ടെർമിനൽ മൈനസും നെഗറ്റീവും സിമ്പലിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാറ്ററി പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് എക്സൈഡിൻ്റെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1600 പെട്ടിയിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സൈഡിൻ്റെ ഫിറ്റ് ചെയ്ത ബാറ്ററി. 48 മാസം വാറൻറ്റി, 2 വർഷത്തെ റീപ്ലേസബിൾ വാറൻറ്റി, ബാക്കി 2 വർഷത്തെ സർവീസ് വാറൻറ്റി. പുതിയ ടൈപ്പ് ബാറ്ററിയാണിത്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ബാറ്ററി കവർ വെച്ച് കൊടുക്കാം. ഒരു പ്ലാസ്റ്റിക് കവർ പഴയ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാറ്ററി കവർ പ്രോപ്പറായിട്ട് ലോക്കായെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നമ്മുടെ പഴയ കമ്പനിയുടെ വണ്ടി വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ബാറ്ററി. ആംകോൻ്റെ പഴയ ടൈപ്പ് ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ച് സർവീസൊക്കെ ചെയ്യുന്ന ടൈപ്പ് ബാറ്ററി. അപ്പോൾ ഇത് പഴയ ടെക്നോളജിയാണ്. അതിൽ നിന്ന് പോകുന്ന ഡിസ്റ്റിൽ വാട്ടർ പുറത്ത് പോകുന്ന ട്യൂബാണ് ഇത്.
അപ്പോൾ ഇതിനി നമുക്ക് പുതിയ ബാറ്ററിക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ട്യൂബ് നമ്മൾ വലിച്ചെടുത്ത് കളഞ്ഞു. നമുക്കിനി വണ്ടി ഒന്ന് പതുക്കെ സ്റ്റാർട്ടാക്കി നോക്കാം. ബാറ്ററി തന്നെയായിരുന്നു ഇഷ്യൂ. ഒറ്റ സ്റ്റാർട്ടായി ബാറ്ററി റിപ്ലേസിന് ശേഷം. ബാറ്ററി തന്നെയായിരുന്നു ഇഷ്യൂ. ഫോണും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി വർക്കാവുന്നുണ്ട്. ഹെഡ് ലാമ്പും ഇൻഡിക്കേറ്ററൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1600 രൂപയാണ് പുതിയ ബാറ്ററിക്ക് വന്നത്. പഴയ ബാറ്ററി തിരിച്ചു കൊടുത്ത സമയത്ത് 100 രൂപ മൈനസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമുക്ക് 1500 രൂപയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ആയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.